ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി. അവിടേക്കിപ്പം 2 ലേഡീസ് വരാണ്. ഇതിൽ ഈ മുന്നിൽ നടക്കുന്ന ലേഡി കണ്ടില്ലേ, ഇവളുടെ പേര് സോയി എന്നാണ്. ഇവളാണ് ഈ കഥയിലെ നായിക. ഇവളൊരു സയന്റിസ്റ്റ് ആണ്. ഇവളുടെ ബോയ്ഫ്രണ്ടും കൂടെ ഇവിടെ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. ആരും ഇതുവരെ ചെയ്യാത്ത ഒരു പ്രത്യേക പരീക്ഷണം. ഇവിടെ പുറകിൽ നിൽക്കുന്ന പെണ്ണിന്റെ പേര് ഈവ എന്നാണ്. ഇവർ ഈ പരീക്ഷണം നടത്തുമ്പോൾ അതൊക്കെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യണം. അതാണ് ഈവയുടെ ജോലി. അങ്ങനെ അവരിപ്പോൾ അവരുടെ ലാബിലേക്ക് എത്തി. ഈ സമയം സോയുടെ 2 അസിസ്റ്റന്റുമാര് ലാബിലിരിക്കുന്നുണ്ട്. ഇതിൽ ചുരുണ്ട മുടിക്കാരൻ കണ്ടില്ലേ, ഇവന്റെ പേര് നീക്കോ എന്നാണ്. മറ്റവന്റെ പേര് ക്ലേ. ഇന്നത്തെ ദിവസമാണ് ഈവ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തത്. ഇപ്പൊ അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ സോയി അവർക്ക് ഈവയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, നമ്മുടെ പുതിയ വീഡിയോഗ്രാഫർ ആണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഈവ ഇപ്പം അവരുടെ പരീക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആദ്യത്തിൽ സംസാരിക്കുന്നത് ഈവയും അവളുടെ ബോയ്ഫ്രണ്ടായ ഫ്രാങ്കും കൂടെയാണ്. ഇനിയിപ്പോ എന്താണ് ഇവരുടെ ഈ പരീക്ഷണം അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രൊജക്ട്? ഇതിന്റെ പേര് ലാസറസ് എന്നാണ്. ഈ ലാസറസ് എന്ന് പറയുന്നത് ഒരു സീറമാണ് അല്ലെങ്കിൽ ഒരു മരുന്ന്. ഈ സീറം ഉപയോഗിക്കുകയാണെങ്കിൽ മരിച്ച ഒരു ജീവിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. ഈ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്തത് സോയിയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അവരിപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത്. ഫ്രാങ്ക് ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ആ സീറം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കാണിച്ചതിന് ശേഷം അടുത്തായിട്ട് അയാൾ കാണിക്കുന്നത് ഒരു മെഷീനാണ്. ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട നിക്കോ ആണ്. ഈ സീറോ ഒരു ജീവിയുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക വോൾട്ടിൽ ഇലക്ട്രിക്കൽ ചാർജ് ആ ജീവിയുടെ ശരീരത്തിലേക്ക് കടത്തിവിടണം. അപ്പോഴാണ് ആ സീറോ ആക്ടിവേറ്റ് ആവുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ മെഷീൻ ഉപയോഗിക്കുന്നത്. ആ മെഷീന്റെ പേര് പൾസ് അറേ എന്നാണ്. അങ്ങനെ ആ ഇലക്ട്രിക്കൽ ചാർജ് കടത്തിവിട്ട് കഴിയുമ്പോൾ മരിച്ച ആ ജീവിയുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങൾ ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെയാണ് ആ ജീവിക്ക് ജീവൻ തിരിച്ചു കിട്ടുക. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഫ്രാങ്ക് അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു നീളമുള്ള കൈയാണ്. ഇത് ആ മെഷീന്റെ ഭാഗമാണ്. ആ കൈയുടെ തട്ടത്തായിട്ട് ഒരു നീഡിലുണ്ട്. അതാണ് ആ ജീവിയുടെ ബ്രെയിനിലേക്ക് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ആ നീഡിൽ വഴിയാണ് ആ സീറം കുത്തിവെക്കുന്നത്. അങ്ങനെ അത് കുത്തിവെച്ച് കഴിയുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. അതിലെ സ്വിച്ച് ഓൺ ആക്കണം. അങ്ങനെ വരുമ്പോൾ ആ ഇലക്ട്രിക്കൽ ചാർജ് ആ കൈയിലൂടെ ആ ജീവിയുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും. ഇങ്ങനെയാണ് അവർ ആ പരീക്ഷണം നടത്തുന്നത്. ഇവരിങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പ്രായമാവുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ജീവിതത്തിൽ രണ്ടാമതൊരു ചാൻസ് കൊടുക്കുക. അതാണ് ഇവരുടെ ലക്ഷ്യം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫ്രാങ്ക് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ആ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈവയാണെങ്കിൽ അതിന്റെ എഡിറ്റിംഗും പൂർത്തിയാക്കി. അങ്ങനെ സമയം ഉച്ചയായി കഴിഞ്ഞപ്പം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിക്കോയും ക്ലേയും കൂടെ അവിടെ നിന്ന് ചീട്ട് കളിക്കുകയാണ്. ഈ സമയത്താണ് ഈവ അങ്ങോട്ട് വരുന്നത്. ഇവിടെ റേഞ്ച് ഇല്ലല്ലോ, നിങ്ങളുടെ ഫോണിൽ റേഞ്ച് ഉണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കെന്ന് നിക്കോ പറയുന്നത്, ഇതിനകത്ത് റേഞ്ച് കിട്ടത്തില്ല, കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ലാൻഡ് ലൈൻ ഫോൺ വെച്ചിട്ടുണ്ട്, നീ അത് ഉപയോഗിച്ചിട്ട് ആരെന്ന് വെച്ച് വിളിച്ചോ എന്നാണ് നിക്കോ പറയുന്നത്. അതിന് തുടർന്ന് അവൾ ഫോൺ ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. അവൾ പോയി കഴിയുമ്പോഴാണ് ക്ലേ ഒരു കാര്യം പറയുന്നത്, ഇവളാൾ കൊള്ളാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേക്കെന്ന് നിക്കോ പറയുന്നത്, എനിക്ക് അവൾ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇവളെക്കാളും കൂടുതൽ എനിക്കിഷ്ടം നമ്മുടെ മാഡത്തിനെയാണ് എന്നാണ് നിക്കോ പറയുന്നത്. അങ്ങനെ ഫോൺ ചെയ്ത് വന്നതിന് ശേഷം ഈവ ഇപ്പൊ ക്ലേയുടെയും നിക്കോയുടെയും ചില വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് ഫ്രാങ്കും സോയും കാണുന്നുണ്ട്. ഇപ്പൊ സോയി ഫ്രാങ്കിന്റെ അടുത്ത് പറയുന്നത്, ഇവളിപ്പോ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ അവളെ എല്ലാവരുടെയും തലയിൽ കയറി നിരങ്ങാണല്ലോ, ഇനി ഇവളെ പറഞ്ഞു വിടേണ്ടി വരുമോ എന്നാണ് അവളുടെ ചോദ്യം. അതേക്കുന്ന ഫ്രാങ്ക് പറയുന്നത്, നീ എന്താ സോയി ഇങ്ങനെ, അവൾ അവളുടെ ജോലിയല്ലേ ചെയ്യുന്നത്, നല്ല കാര്യമല്ലേ, അവൾ അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തോട്ടെ, മാത്രമല്ല അവളെ കാണാനും കൊള്ളാം. അത് കേൾക്കുമ്പോൾ സോയിക്ക് അത്രയ്ക്ക് കണ്ട് സൂചിച്ചില്ല. ഓ, അപ്പൊ ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്, അങ്ങനെയാണെങ്കിൽ നിന്നെയായിരിക്കും ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ അവനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ എന്റെ പൊന്നു സോയി, നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെങ്കിലും സ്നേഹിക്കുമോ എന്ന് പറഞ്ഞ് അവൻ അവൾക്കൊരു കിസ് കൊടുത്തിട്ട് ആ പിണക്കം അങ്ങോട്ട് മാറ്റി. അങ്ങനെ സമയം രാത്രി. സോയി ഇപ്പോഴും അവളുടെ ലാബിൽ തന്നെയാണ്. അവിടെ ആ സീറോ ഉണ്ടല്ലോ, ഇതുവരെയായിട്ടും അവരത് പരീക്ഷിച്ചിട്ടില്ല. അതിൽ വേറെ എന്തൊക്കെയോ മിക്സിംഗ് കൂടെ നടത്തണം. അതാണ് അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നിക്കോ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയം നിക്കോ അവളുടെ അടുത്ത് ചോദിക്കുന്നത് അവളും ഫ്രാങ്കും തമ്മിലുള്ള ആ റിലേഷനെ കുറിച്ചാണ്, എന്തായി കാര്യങ്ങളെന്ന്. അതേക്കുന്ന അവള് പറയുന്നത്, 3 വർഷമായില്ലേ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ട്, ഇതിനെന്നാ അപ്രൂവ് കിട്ടുന്നോ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര വിഷമമായി. കാരണം അവൻ അവളോടൊരു ഇഷ്ടമുണ്ടല്ലോ, പക്ഷെ വിഷമമായ കാര്യം അവൻ മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം സോയി ഇപ്പം നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് അവളൊരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിലുള്ളത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ കോറിഡോറിലായിട്ട് ഒരു ചെറിയ കുട്ടി ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ കുട്ടിയുടെ 2 പാവകൾക്ക് തീ പിടിക്കുന്നത്. അത് കണ്ടതും കുട്ടി ബാക്കിലോട്ട് ഓടി. അങ്ങനെ ആ പാവയ്ക്ക് തീ പിടിച്ചതിനെ തുടർന്ന് ആ ഫ്ലാറ്റിനും തീ പിടിച്ചു. ഇപ്പൊ കുറെ ആൾക്കാർ തീ പിടിച്ച റൂമിനകത്ത് പെട്ടുപോയിരിക്കുകയാണ്. അവർക്ക് വാതിൽ ഉറക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ആ വാതിലിന്റെ അടിയിലൂടെ അവരുടെ കൈ പുറത്തേക്ക് നീണ്ടുവരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ സ്വപ്നത്തിൽ കാണുന്നത്. അതോടുകൂടെ സോയി ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ എഴുന്നേറ്റ് ഉടനെ തന്നെ അവൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന കൊന്തമാലയിൽ പിടിച്ചു. ഈ സമയത്താണ് അവളുടെ ശബ്ദം കേട്ട് ഫ്രാങ്ക് അങ്ങോട്ട് വരുന്നത്. അവൻ അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്, വീണ്ടും ആ പഴയ സ്വപ്നം തന്നെ കണ്ടല്ലേ, ഇതിപ്പോ ഒരുപാട് തവണയായല്ലോ, ഡോക്ടർ വല്ലതും കാണിക്കണോ എന്നാണ് അവന്റെ ചോദ്യം. അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും അവളാണെങ്കിൽ ആ കൊന്തയിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അവൾ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരും ഇപ്പം ലാബിൽ ഒരു മീറ്റിംഗിലാണ്.
അവർക്ക് ഉടനെ തന്നെ ആ എക്സ്പെരിമെന്റ് നടത്തണം. പക്ഷെ എന്തോ ഒരു ചെറിയ കാര്യം അവർക്കിപ്പോൾ മിസ്സിംഗ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് ആ എക്സ്പെരിമെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എത്ര ആലോചിച്ചിട്ടും ആ ഒരു സംഭവം മാത്രം അവർക്ക് കിട്ടുന്നില്ല. എല്ലാവരും ഇപ്പോൾ അതിന് തല പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ക്ലേ അവിടെ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അവൻ ഈ സിഗരറ്റിന് വല്ലാണ്ട് അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് സിഗരറ്റ് ആണ് അവൻ യൂസ് ചെയ്യുന്നത്. ഈ സോയിക്ക് അവിടെ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പലതവണ അവൾ അവനോട് അത് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും അവൻ ഏത് സമയം ഈ ഇലക്ട്രോണിക് സിഗരറ്റും കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പൊ നിനക്കതൊന്ന് എടുത്തു വെക്കാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവനത് കേൾക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് അവൻ ആ സിഗരറ്റ് വലിച്ചിട്ട് വല്ലാണ്ട് ചുമക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് മിസ്സായ ആ സംഭവം ഉണ്ടല്ലോ, അത് അവനിപ്പോൾ കിട്ടി. ആ കാര്യം അവൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അവൻ പറഞ്ഞത് കറക്റ്റാണ്. ആ കാര്യം കൂടെ വെച്ചിട്ട് ആ എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ അത് വർക്കാവും എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഉടനെ തന്നെ അവർ ആ എക്സ്പെരിമെന്റ് ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ചത്തൊരു പട്ടിയാണ് അവരെടുക്കുന്നത്. ഈ പട്ടിയുടെ പേര് റോക്കി എന്നാണ്. അങ്ങനെ അവർ ആ പട്ടിയുടെ ബ്രെയിനിലേക്ക് ആ നീഡിൽ ഇറക്കി വെച്ചു. അതിനുശേഷം 5 കിലോവാൾട്ട് ചാർജാണ് ആദ്യം അവർ കൊടുക്കുന്നത്. ആ മെഷീൻ ഓൺ ആക്കേണ്ട ചുമതല സോയിക്കാണ്. പക്ഷെ ആ മെയിൻ സ്വിച്ച് ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് ശരീരത്തിലെ മെറ്റൽ ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊരി വെക്കണം. അവളുടെ ശരീരത്തിൽ മാലയും മോതിരമൊക്കെ ഉണ്ട്. അവൾ ഉടനെ തന്നെ അതെല്ലാം അവിടേക്ക് ഊരി വെക്കുകയാണ്. അതിനുശേഷം 5 കിലോവാൾട്ട് ചാർജ് ഇപ്പൊ അവർ റോക്കിയുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടു. പക്ഷെ അതിന് അനക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അവർ വോൾട്ടേജ് കൂട്ടി. രണ്ടാമത് അവർ 11 കിലോവോൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും അതിന് ജീവനൊന്നും വന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും വളരെ നിരാശയായി. എന്നാൽ ഈ സമയത്താണ് ആ പട്ടിയുടെ ചെവി അനങ്ങുന്നത്. വേറെ ആരും ഇത് കണ്ടില്ല. എന്നാൽ ഈവ അവിടെ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവളിപ്പോൾ അത് കണ്ടു. അവൾ ആ കാര്യം എല്ലാവരോടും പറയുകയും ചെയ്തു. പക്ഷെ ആരും ഇത് വിശ്വസിക്കുന്നില്ല. അതൊരു പക്ഷേ റിഫ്ലക്സസ് ആവും എന്ന് പറഞ്ഞിട്ട് സോയ നീഡിൽ അതിന്റെ തലയിൽ നിന്ന് ഊരി. ഈ സമയം നിക്കോ വന്നിട്ട് ആ പട്ടിയുടെ മുഖത്തേക്ക് ശരിക്കും നോക്കി. എന്നിട്ട് അവൻ പറയുന്നത്, നമുക്ക് വോൾട്ടേജ് ഒന്നും കൂടെ കൂട്ടിക്കൊടുത്താലോ? അവനത് പറഞ്ഞു കഴിഞ്ഞതും അടുത്ത സെക്കൻഡിൽ ആ പട്ടി ചാടി എഴുന്നേറ്റു. അത് കണ്ടതും എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. പട്ടിയാണെങ്കിൽ അവിടെ കടന്നിങ്ങനെ കുതറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് റോക്കി അവിടെ അടക്കി നിർത്തുന്നത്. അപ്പൊ അതിന് ജീവൻ വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അവരുടെ ആ എക്സ്പെരിമെന്റ് ഇപ്പൊ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. അങ്ങനെ ആ എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും കൂടി ഇപ്പൊ പട്ടിയെ പരിശോധിക്കുകയാണ്. സോ ഇപ്പൊ അതിന്റെ കണ്ണൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നത്, റോക്കിയുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. അതിന്റെ കാഴ്ച മങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇനി ഇത് ആ സീറത്തിന്റെ എഫക്റ്റ് ആയിരിക്കോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ടൊരു കൺക്ലൂഷനിൽ എത്താൻ പാടില്ല. നമുക്ക് ഇനിയും ഇതിൽ റിസർച്ച് നടത്താനുണ്ട്. അതിനുശേഷം നമുക്കൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയാൽ മതി. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം റോക്കിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇവന് ശരിക്കും നിരീക്ഷിക്കാം എന്നാണ് ഫ്രാങ്കോ പറയുന്നത്. എല്ലാവരും ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി സോയും ഫ്രാങ്കും കൂടെ റോക്കി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് സോയി അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് കഴിക്കുന്നില്ല. അത് തീരെ വിശപ്പ് കാണിക്കുന്നില്ല. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഫ്രാങ്കോ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം സോയി ഫ്രാങ്കിനോട് പറയുന്നത്, ഇതിന്റെ പെരുമാറ്റം വളരെ വിചിത്രമാണല്ലോ. ഇനി ഒരു പക്ഷേ ഇത് മരിച്ചിട്ട് നായ്ക്കളുടെ സ്വർഗത്തിൽ എത്തിക്കാണോ? അപ്പോഴായിരിക്കും നമ്മൾ ഇതിനെ തിരിച്ചു വിളിച്ചത്. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെയാണ് അവളുടെ ചോദ്യം. അതേക്കുന്ന ഫ്രാങ്കോ പറയുന്നത്, നീ എന്തൊക്കെ മണ്ടത്തരമാണ് ഈ സോയി പറയുന്നത്. എന്തായാലും റോക്കി മരിച്ചിരുന്നു. നമ്മൾ അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ചിലപ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കും അതിപ്പോൾ കാണിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസം നമുക്കിതിനെ നിരീക്ഷിക്കാം. ചിലപ്പോൾ അവൻ പഴയതുപോലെ ആവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഫ്രാങ്ക് ഇപ്പം അവന്റെ കമ്പ്യൂട്ടറിൽ അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവനെ തന്നെ നോക്കിക്കൊണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് റോക്കി ഇരിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും അത് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഇതേ സമയം തന്നെ സോയി ആണെങ്കിൽ അവളുടെ ബെഡിൽ നല്ല ഉറക്കമാണ്. ഈ സമയത്താണ് അവളുടെ റൂമിന്റെ വാതിലിങ്ങനെ പതുക്കെ തുറന്നു വരുന്നത്. അത് റോക്കിയായിരുന്നു. അതിപ്പോൾ അവളുടെ ബെഡിലേക്ക് കയറിയിട്ട് അവളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇതൊന്നും സോയി അറിയുന്നേയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരും ഇപ്പം അവരുടെ ലാബിലിരിക്കുകയാണ്. ഈ സമയം റോക്കി അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു ഉന്മേഷമൊന്നും കാണുന്നില്ല. ഈ സമയം ഈവയാണെങ്കിൽ അതിന് കളിക്കാൻ വേണ്ടി ഒരു ബോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ റോക്കി അവിടെ തന്നെ കിടക്കുകയാണ്. ഈ സമയം അവൾ പറയുന്നത്, ഇതെന്താ ഇതിന് ജീവൻ ഉണ്ടായിട്ടും ഇത് അനങ്ങുന്നില്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റോക്കിക്ക് ഇപ്പം അത് മരിച്ച കാര്യം ഓർമ്മയുണ്ടാവും എന്നാണ് അവളുടെ ചോദ്യം. അതിന് മറുപടി പറയുന്നത് ക്ലേ ആണ്. പട്ടികൾക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ നിക്കോ അത് ശരിവെക്കുന്നില്ല. പട്ടികൾക്ക് ഓർമ്മകളുണ്ട് എന്നാണ് അവൻ വാദിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു വാക്കുതർക്കം നടക്കുകയാണ്. അവസാനം ക്ലേ പറയുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. നിനക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ നിക്കോയെയും വിളിച്ച് അപ്പുറത്തെ റൂമിലേക്ക് പോയി. ഈ സമയം ഈവയാണെങ്കിൽ ആ പട്ടിയുടെ അടുത്ത് തന്നെയാണ്. അവളിപ്പോൾ റോക്കിയുടെ അടുത്ത് ചോദിക്കുന്നത്, അല്ല റോക്കി, നീ മരിച്ചപ്പോൾ നീ ഒരു ടണലിലൂടെ യാത്ര ചെയ്തോ? അവിടെ നിനക്ക് എന്തെങ്കിലും ലൈറ്റൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ഫ്രാങ്ക് അവൾ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവനിപ്പോൾ ഒരു കാര്യം അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടില്ലേ? ഈ പീനിയൽ ഗ്ലാൻഡ് ഒരു കോമ്പൗണ്ട് ഉൽപ്പാദിപ്പിക്കും. അതിനെ പറയുന്നത് DMT എന്നാണ്. നമ്മൾ കണ്ടുപിടിച്ച ഈ സിറം ഉണ്ടല്ലോ, ഇതിന്റെ ബേസ് കോമ്പൗണ്ട് ഈ DMT ആണ്. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ബ്രെയിനകത്ത് നിറച്ചും ഈ DMT നിറയും. ഈ പ്ലാനറ്റിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു മനോവിഭ്രാന്തിയാണത്. അതുകൊണ്ടാണ് നീ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞ ഒരു ടണലിന്റെ അകത്തേക്ക് പോകുമെന്നും അവിടെ ഒരു വൈറ്റ് പ്രകാശം കാണും എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കിടക്കുന്നത്. അല്ലാതെ അതിൽ വേറെ കാര്യമൊന്നുമില്ല എന്നാണ് ഫ്രാങ്കോ പറയുന്നത്.
എന്നാൽ സോയി അത് ശരിവെക്കുന്നില്ല. അവളുടെ തിയറി മറ്റൊന്നാണ്. അവൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. ഈ മരണത്തിന്റെ തൊട്ടടുത്തെത്തിയ പല ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. നമ്മൾ ഈ പറയുന്ന ആത്മാവുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്, അത് നമ്മുടെ ബ്രെയിനിൽ നിന്നുണ്ടാവുന്ന ഒരു ന്യൂറൽ ഇമ്പൾസ് ആണ്. അതായത് ഒരു എനർജിയെക്കുറിച്ച് അറിയാലോ. അതിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, അതിനെ നശിപ്പിക്കാനും പറ്റത്തില്ല. അതിനൊന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മുടെ സയൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ മരിച്ചു കഴിയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ DMT ഉണ്ടല്ലോ, അത് നമ്മുടെ ആത്മാവിനെ മൂവ് ചെയ്യിക്കാൻ സഹായിക്കും. ആത്മാവിന് എങ്ങോട്ടാണോ പോകേണ്ടത് ആ സ്ഥലത്തേക്ക്. അതായത് DMT ആത്മാവിന് വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുക്കും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇതും ഒരു തിയറി മാത്രമാണ്. സത്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് മരിക്കുക തന്നെ വേണം എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പം ആ പട്ടിയൊന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി ഒരു MRI മെഷീൻ്റെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ ആ സ്കാനിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പം അവർ നോക്കുമ്പം ആ പട്ടിയുടെ ബ്ലഡിലായിട്ട് ഇപ്പോഴും ആ സീറം കാണുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ബ്രെയിൻ ചെക്ക് ചെയ്യുമ്പം വളരെ വിചിത്രമായ എന്തൊക്കെയോ കാര്യങ്ങൾ അതിന്റെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അത് കാണുന്ന ക്ലേ പറയുന്നത്, നിങ്ങൾ ഇതിന്റെ ബ്രെയിൻ കണ്ടില്ലേ, സമയം കൂടുന്തോറും ഇതിന്റെ അഗ്രഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് പേ പിടിച്ച പട്ടിയേക്കാളും ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഇനി വീട്ടിലേക്കൊന്നും കൊണ്ടുപോകണ്ട എന്നാണ് ക്ലേ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പം സോയിക്കും ചെറിയ ടെൻഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സമയം വൈകുന്നേരമായി. ക്ലേ ഇപ്പം അവന്റെ ആ സിഗരറ്റും വലിച്ചുകൊണ്ട് ആ ലാബിൽ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോയപ്പം സോയി റോക്കിയെ കൊണ്ടുപോയിട്ടില്ല. അതിനെ അവർ ആ ലാബിൽ ഒരു കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. ക്ലേ ഇപ്പം ആ പട്ടിയൊന്ന് നോക്കിയതിന് ശേഷം ഒരു ഗെയിം കളിക്കാൻ വേണ്ടി അവന്റെ കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് ചെന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവനൊരു കോള കുടിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നത്. അവൻ വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോയി. അവൻ വേഗം തന്നെ റോക്കിയുള്ള റൂമിലേക്ക് ചെന്നു. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടുത്തെ ഫ്രിഡ്ജ് ഓപ്പൺ ആണ്. അതിൽ നിന്നും സാധനങ്ങളൊക്കെ താഴേക്ക് വീണിട്ടുണ്ട്. അത് കണ്ടതും അവൻ റോക്കിയുടെ കൂട്ടിലേക്കാണ് നോക്കുന്നത്. എന്നാൽ കൂട്ടിനകത്ത് റോക്കി ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ആ കൂട് പൊളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെ ടെൻഷനോടെ ക്ലേ ഇപ്പോൾ റോക്കി അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ എവിടെ നോക്കിയിട്ടും റോക്കി കാണുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് റോക്കി അവന്റെ മുമ്പിലേക്ക് ചാടി വീഴുന്നത്. അത് കണ്ടതും ക്ലേ ആണെങ്കിൽ ശരിക്കും പേടിച്ചുപോയി. എന്നാൽ അടുത്ത സെക്കൻഡിൽ റോക്കി കാണുന്നുമില്ല. അങ്ങനെ അവൻ പിന്നെയും റോക്കിയെ തിരയാൻ തുടങ്ങി. ഈ സമയത്താണ് റോക്കി അവന്റെ സൈഡിലൂടെ വരുന്നത്. അതിപ്പോൾ അവനെ നോക്കിക്കൊണ്ട് വളരെ ദേഷ്യത്തിൽ മുരളാൻ തുടങ്ങി. അത് കണ്ട് അവനാണെങ്കിൽ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ റോക്കിയെ കൂട്ടിലാക്കിയിട്ട് എല്ലാവരും അങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവൻ അവരുടെ അടുത്ത് പറഞ്ഞു. അതിലെ കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ശരിക്കും ടെൻഷനായി. എന്തുകൊണ്ടാണ് റോക്കി ഇങ്ങനെ പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞപ്പം ഫ്രാങ്ക് ഇപ്പം ഇതുവരെയായിട്ടും റോക്കിക്കുണ്ടായ ആ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ അവനിപ്പോൾ ഒരു കൺക്ലൂഷനിലെത്തി. അവന്റെ ശരീരത്തിൽ ഇപ്പോഴും ആ സീറോ അവശേഷിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അവന്റെ ബ്രെയിൻ ഇപ്പൊ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റോക്കി ഇങ്ങനെ പെരുമാറുന്നത്. ഈ ഒരു കൺക്ലൂഷനിലാണ് ഫ്രാങ്ക് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവൻ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി ഫ്രാങ്കും സോയി ഇപ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് ആ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഇപ്പം ഫ്രാങ്കിനെ അവരുടെ റൂമിലേക്ക് വിളിച്ചു വരുന്നത്. അങ്ങനെ ഫ്രാങ്ക് അങ്ങോട്ട് വരുമ്പം അവർ അവന്റെ അടുത്ത് വല്ലാണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾ എന്ത് എക്സ്പെരിമെന്റ് ആണ് അവിടെ നടത്തുന്നത്? കോമ പേഷ്യൻസിൽ എന്തോ പരീക്ഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തത്? എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചത്ത ജീവികളെ ജീവിപ്പിക്കുന്നു. ഇത് നിയമത്തിനെതിരാണ്. ഇതൊന്നും ഇവിടെ അനുവദിച്ചു തരാൻ പറ്റത്തില്ല എന്നാണ് ആ ലേഡി പറയുന്നത്. അതേക്ക് അവൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കോമ പേഷ്യന്റിൽ ഒരു പരീക്ഷണം, അങ്ങനെ തന്നെയാണ് ഇത് ആരംഭിച്ചത്. പക്ഷെ നമ്മുടെ സയൻസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കേ. പെൻസിലിൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ ടെഫ്ലോൺ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? കൊക്കക്കോള എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടത് അബദ്ധവശാലാണ്. ഇങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ട് നാടിന് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ പോലെ തന്നെ ഒരു ആക്സിഡന്റിലാണ് ഞങ്ങൾ ഈ സിറം ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു സിറം കൊണ്ട് ഈ നാടിന് ഉപകാരം തന്നെ ഉണ്ടാവത്തുള്ളൂ എന്നാണ് അവന്റെ വാദം. പക്ഷെ അവൻ എങ്ങനെയൊക്കെ വാദിച്ചിട്ടും അവനതിന് സമ്മതിക്കുന്നില്ല. നീ ഒരു ദൈവമാവാനാണ് ശ്രമിക്കുന്നത്, അതെന്തായാലും ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പെരിമെന്റും കാര്യങ്ങളെല്ലാം പൂട്ടിക്കെട്ടിയേക്ക് എന്നാണ് അവരവൻ്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവനും വല്ലാണ്ട് നിരാശയായി. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ വേറൊരു ടീം ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. അവർ നേരെ ചെല്ലുന്നത് സോയിയുടെ ലാബിലേക്കാണ്. കുറെ ആൾക്കാരുണ്ടായിരുന്നത്. അവരെല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും എടുക്കുകയാണ്. അതായത് സോയിയുടെ ആ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും. അങ്ങനെ അവരതൊക്കെ സീസ് ചെയ്യുന്ന സമയത്ത് ഇവ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ഉണ്ടല്ലോ, അവനെയും കൊണ്ട് നൈസായിട്ട് അപ്പുറത്തേക്ക് പോയി. അതുകൊണ്ട് അവനെ മാത്രം അവർക്ക് കിട്ടിയിട്ടില്ല. ഈ സമയം അവന്മാർ അവിടെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാണുമ്പോൾ സോയിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം വന്നു. നിങ്ങൾ ആരാണ്? ഇതിനു മുമ്പ് നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് അവളുടെ ചോദ്യം. അതേക്കും അയാൾ പറയുന്നത്, ശരിയാണ്, ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടില്ല. കാരണം കുറച്ച് മുമ്പാണ് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഞാൻ കിട്ടിയത്. ഇനിയിപ്പോൾ ഞങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ പ്രോപ്പർട്ടീസും ഇപ്പം ഞങ്ങളുടേതാണ് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സോയിക്കാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ലാബിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഇപ്പോൾ ഫ്രാങ്കിന്റെയും സോയിയുടെയും വീട്ടിലാണ്. സോയിക്കും ഫ്രാങ്കിനും നല്ല നിരാശയുണ്ട്. കാരണം 3 വർഷത്തെ അവരുടെ കഷ്ടപ്പാടാണ് അവന്മാർ കൊണ്ടുവരിക്കുന്നത്. ഇപ്പൊ ആ സിറം കണ്ടുപിടിച്ചത് ഇവരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു തെളിവുകളും ഇവരുടെ കയ്യിലില്ല. ഇനിയിപ്പോൾ ആ സിറത്തിന് അപ്രൂവൽ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പാറ്റന്റ് എടുക്കാൻ പോകുന്നത് അവന്മാരായിരിക്കും.
പക്ഷെ അവർക്കത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഈ സമയം ഫ്രാങ്കോ പറയുന്നത് അവന്മാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ എക്സ്പെരിമെന്റ് ഒന്നുകൂടെ നടത്തണം, എന്നിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ സിറം കണ്ടുപിടിച്ച് നമ്മളാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അവൻ അത് പറയുമ്പോൾ ക്ലേ ചോദിക്കുന്നത് എക്സ്പെരിമെന്റ് നടത്താം, പക്ഷെ അതിന് സിറം വേണ്ടേ? സിറം എല്ലാം അവന്മാർ എടുത്തോണ്ട് പോയില്ലേ എന്നാണ് അവന്റെ ചോദ്യം. ഈ സമയത്താണ് സോയി അവളുടെ ബാഗുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അവൾ നേരത്തെ തന്നെ കുറച്ച് സിറം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവളുടെ ബാഗിലുണ്ട്. അത് അവളിപ്പം അവർക്ക് കാണിച്ചു കൊടുത്തു. അത് കാരണം ഫ്രാങ്കോ പറയുന്നത് അപ്പൊ സിറം കിട്ടിയല്ലോ, ഇന്ന് രാത്രി തന്നെ നമുക്ക് ഈ എക്സ്പെരിമെന്റ് നടത്തണം. യൂണിവേഴ്സിറ്റിയിലെ അവസ്ഥ അറിയാലോ, അവിടെ ഒരൊറ്റ സെക്യൂരിറ്റിയെ രാത്രി ഉണ്ടാവത്തുള്ളൂ. അയാളെ പറ്റിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും അകത്ത് കയറാം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുന്ന നിക്കോ ചോദിക്കുന്നത് എങ്ങനെ അകത്ത് കയറുന്നാണ് നീ പറയുന്നത്? അതിന് നമ്മുടെ ആക്സസ് കാർഡൊക്കെ അവന്മാർ കൊണ്ടുപോയില്ലേ, പിന്നെ എന്ത് ചെയ്യും? അതിന് മറുപടി പറയുന്നത് ഈവയാണ്. എന്റെ ആക്സസ് കാർഡ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അത് അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ സമയം രാത്രിയാകുമ്പോൾ ഈവ ഇപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി. അവിടുത്തെ റിസപ്ഷനിലായിട്ട് ആ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. എന്ത് നീ രാത്രി വന്നെന്ന് നോക്കുമ്പോൾ അവള് പറയുന്നത് എനിക്ക് ലാബിൽ ചെറിയൊരു പരിപാടിയുണ്ട്, അതിനുവേണ്ടി വന്നതാണ് എന്നാണ് അവള് പറയുന്നത്. സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ നേരെ മുകളിലേക്ക് ചെന്നിട്ട് മറ്റൊരു ഡോർ വഴി എല്ലാവരും അകത്തേക്ക് കയറ്റി. അതിനെ തുടർന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ അവരുടെ ലാബിലേക്ക് പോവാണ്. അങ്ങനെ വേഗം തന്നെ അവരുടെ പരിപാടികളൊക്കെ ആരംഭിച്ചു. ഈ സമയം ക്ലേ നേരെ പോയിരിക്കുന്നത് അവിടുത്തെ ഫ്രീസറിലേക്കാണ്. ചത്തുപോയ ഒരു പട്ടി കൂടെ അവിടുത്തെ ഫ്രീസറിലുണ്ട്. അവൻ അതിനെടുത്തു. ഇതിന്റെ ശരീരത്തിലാണ് അവരിനി പരീക്ഷണം നടത്താൻ പോകുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവർ ആ പട്ടിയുടെ ബ്രെയിനിലേക്ക് ആ സിറം കുത്തിവെക്കുകയാണ്. ഈ സമയം ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് ഈവയും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഈവ ഇപ്പം അവിടുത്തെ സ്വിച്ച് ഓൺ ആക്കാണ്. എന്നാൽ ആ സ്വിച്ച് ഓൺ ആക്കിയതും പെട്ടെന്ന് അവിടുത്തെ കറണ്ടൊക്കെ അടിച്ചുപോയി. പിന്നീട് അവർ നോക്കുമ്പോൾ കാണുന്നത് ഈവ അവിടെ താഴെ വീണ് കിടക്കുന്നതാണ്. അവർക്ക് ഷോക്ക് ഏറ്റു എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വേഗം എമർജൻസി ലൈറ്റ് ഓൺ ആക്കിയിട്ട് അവർക്ക് CPR കൊടുക്കാൻ തുടങ്ങി. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എല്ലാവരും ഇപ്പൊ അപ്പുറത്തേക്ക് പോയി. ഇപ്പൊ സോയിയുടെ അടുത്തുള്ളത് ഫ്രാങ്ക് ആണ്. അവൻ അവളുടെ കൈ പരിശോധിക്കുമ്പോൾ അവൾ ആ റിംഗ് ഇട്ടിട്ടുണ്ട്. അത് ഊരി വെക്കാതെയാണ് അവൾ ആ സ്വിച്ച് ഓൺ ആക്കിയത്. അതുകൊണ്ടാണ് അവൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. എങ്കിലും ഫ്രാങ്കിനെ സംബന്ധിച്ച് അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. ഇനിയിപ്പോ അവളുടെ ശരീരത്തിൽ ആ പരീക്ഷണം നടത്താം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അവൻ ആ കാര്യം ബാക്കിയുള്ളവരുടെ അടുത്ത് ചെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ആരും തന്നെ ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. എങ്കിലും ഫ്രാങ്ക് നിർബന്ധിക്കുമ്പോൾ അവസാനം അവരതിന് സമ്മതിച്ചു. അങ്ങനെ ഉടനെ തന്നെ അവർ സോയിയുടെ ശരീരത്തിൽ ആ എക്സ്പെരിമെന്റ് ആരംഭിച്ചു. എന്നാൽ 3 തവണ കറണ്ട് കൊടുത്തിട്ടും അവൾ എഴുന്നേക്കുന്നില്ല. അതിനിടയിലാണ് നിക്കോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ അവിടുത്തെ CCTVയിൽ നോക്കുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് അവരുടെ ലാബിലേക്ക് വരുന്നതാണ് കാണുന്നത്. അവൻ ആ കാര്യം ബാക്കിയുള്ളവർക്കും കാണിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് അവർ വേഗം തന്നെ സോയിനൊരു പുതപ്പ് വെച്ച് മൂടിയിട്ടിട്ട് അപ്പുറത്തേക്ക് പതുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി ഗാർഡ് ആ ലാബിന്റെ മുമ്പിലേക്ക് എത്തി. അയാൾ ജസ്റ്റ് അവിടെ ഒന്ന് നോക്കിയതിന് ശേഷം ലാബിന്റെ അകത്തേക്ക് കയറാതെ അവിടെ തിരിച്ചു പോവാണ്. അങ്ങനെ അയാൾ പോയി കുറച്ച് സമയം കഴിയുമ്പോൾ ഫ്രാങ്ക് വെളിയിലേക്ക് ഇറങ്ങി നോക്കി. അയാൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി. അയാൾ അവിടെയൊന്നും ഇല്ലാന്ന് മനസ്സിലാവുമ്പോൾ അവന് സമാധാനമായി. അങ്ങനെ അവൻ തിരിച്ച് ലാബിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് അവൻ അത്ഭുതപ്പെടുന്ന കാഴ്ച കാണുന്നത്. സോയി അവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരും അത് കണ്ടു. അങ്ങനെ ഫ്രാങ്ക് പതുക്കെ ചെന്നിട്ട് അവളുടെ ശരീരത്തിൽ നിന്ന് ആ പുതപ്പ് മാറ്റി. പുതപ്പ് മാറ്റിയതും അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് അവൾ ചോദിക്കുന്നത് ഞാൻ കുറച്ചു മുമ്പ് മരിച്ചോന്നാണ്. അങ്ങനെ ഫ്രാങ്ക് ഇപ്പം അവളുടെ കണ്ണുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം നോക്കിക്കൊണ്ട് ബാക്കി എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഫ്രാങ്ക് ചെക്ക് ചെയ്യുമ്പോൾ അത് കുഴപ്പമൊന്നും കാണുന്നില്ല. മാത്രമല്ല അവളുടെ പെരുമാറ്റത്തിലും വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം നോർമലാണ്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ആശ്വാസമായി. ഈ സമയത്താണ് ഈ ഒരു കാര്യം സോയിയുടെ അടുത്ത് ചോദിക്കുന്നത്. നീ മരിച്ചപ്പം എന്താണ് നിനക്ക് ഫീൽ ചെയ്തത്? നീ എന്തെങ്കിലും കണ്ടായിരുന്നോ? അവൾ അത് ചോദിച്ചു കഴിയുമ്പോൾ സോയിക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്, ഒരു മിന്നായം പോലെ. അവളത് പറയാൻ തുടങ്ങുമ്പോൾ ഫ്രാങ്ക് അതിലിടെ കയറി. ഇപ്പൊ ഇതൊന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ല, നമുക്ക് വേഗം ഇവളുടെ ശരീരത്തിൽ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ ലാബിൽ നിന്ന് വീട്ടിലേക്ക് പോകണം എന്നാണ് അവൻ പറയുന്നത്. ബാക്കി എല്ലാവരും അതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവരിപ്പം ആ സെക്യൂരിറ്റിന്റെ CCTV ക്യാമറയിലോട്ട് നോക്കുകയാണ്. അവരിപ്പം നോക്കുമ്പോൾ അയാൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് ആരും അങ്ങോട്ട് വരത്തില്ല. ഈ ഒരു ഗ്യാപ്പിൽ അവരിപ്പോൾ സോയെ MRI എടുക്കാൻ തുടങ്ങി. അവരവളുടെ ബ്രെയിൻ സ്കാൻ ചെയ്യുമ്പോൾ അവളുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അത് കാരണം ഫ്രാങ്ക് പറയുന്നത് അത് അവളുടെ ശരീരത്തിൽ ആ സീറോ ഉള്ളത് കൊണ്ടാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ അവളുടെ ശരീരം നോർമലാവും. ആ സമയത്ത് നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം എന്നാണ് ഫ്രാങ്ക് പറയുന്നത്. അതേക്കുന്ന ക്ലേ ചോദിക്കുന്നത് പക്ഷെ റോക്കിയുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന്റെ ശരീരത്തിൽ ഇപ്പോഴും ആ സിറ അവശേഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കത്തില്ല ഇവളും എന്ന ഫ്രാങ്കോ പറയുന്നത്. ഈ റോക്കി ഒരു ആനിമൽ അല്ലേ, ഇവളൊരു മനുഷ്യനാണ്, ഇവളുടെ ശരീരത്തിന്റെ അവസ്ഥ അതുപോലെ ആയിരിക്കത്തില്ല എന്നാണ് ഫ്രാങ്കോ പറയുന്നത്. എന്നാൽ ക്ലേക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൻ ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് പോവാണ്. ഈ സമയം ഫ്രാങ്ക് ആണെങ്കിൽ അവൾ ആ മെഷീന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് എടുത്തു. എന്നിട്ട് അവൻ അവളെ അവിടുത്തെ ഒരു സോഫയിലേക്ക് ഇരുത്താണ്. ഈ സമയം അവക്കാണെങ്കിൽ തീരെ വയ്യ. അതുകൊണ്ട് അവൾ ചോദിക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ടോന്നാണ്. അതേക്കുന്ന ഫ്രാങ്കോ പറയുന്നത് വേണ്ട ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവത്തില്ല, നിന്റെ ഈ അവസ്ഥ അവിടുത്തെ ഡോക്ടർമാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പാടാണ്. മാത്രമല്ല ഹോസ്പിറ്റലിന്റെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടല്ലോ, നിന്നെ ഇപ്പം ഏറ്റവും നോക്കാൻ പറ്റുന്ന ഡോക്ടർ അത് ഞാൻ തന്നെയാണ് എന്നാണ് അവൻ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവളുടെ ആ മോതിരം എടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് ഇടാൻ തുടങ്ങി. എന്നാൽ അവളുടെ കയ്യിൽ ഇഞ്ചറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോതിരം ഇടുമ്പോൾ അവൾക്ക് വേദനിച്ചു.
അത് കാരണം അവൻ ആ മോതിരം ഊരിയെടുത്തിട്ട് അവളുടെ ആ മാലയുണ്ടല്ലോ അതിൽ കോർത്തിട്ടു. എന്നിട്ട് ആ മാല എടുത്ത് അവളുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. എന്നാൽ ആ മാല കഴുത്തിലേക്ക് ഇട്ടതും പെട്ടെന്ന് അവൾക്ക് എന്തൊരു മാറ്റം വന്നു. അവളിങ്ങനെ അവനെ തുറച്ചു നോക്കുകയാണ്. മാത്രമല്ല കുറച്ച് അപ്പുറത്തൊരു ടേബിളിൽ ഒരു പെന്നിരിക്കുന്നുണ്ട്. ഈ സമയം അവൾ അതിലേക്കൊന്ന് നോക്കിയതും ആ പെൻ അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. അവളിങ്ങനെ വല്ലാണ്ട് വെപ്രാളപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഫ്രാങ്ക് ഇപ്പോൾ ഒരു കാര്യം അവളോട് പറയാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയം ഫ്രാങ്കിന്റെ മനസ്സ് അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നതിന് മുമ്പ് അവൾ ആ കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞു. അതായത്, നീ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, അതുവരെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ആ കാര്യമാണ് അവൻ പറയാൻ തുടങ്ങിയത്. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ മനസ്സ് വായിച്ചിട്ട് അവളത് പറഞ്ഞു. അവൾ തന്നെ മനസ്സ് വായിച്ചത് കാണുമ്പോൾ അവനൊരു ഞെട്ടലായിരുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൾ നോർമൽ ആവുകയും ചെയ്തു. അവനിങ്ങനെ ഞെട്ടി നിൽക്കുന്ന കാണുമ്പോൾ നിനക്കിത് എന്തു പറ്റി എന്നാണ് അവളുടെ ചോദ്യം. എന്നാൽ ഇപ്പം അവൻ അതിനെക്കുറിച്ചൊന്നും അവളോട് പറയുന്നില്ല. നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവൾ വീണ്ടും ആ ടേബിളിലിരിക്കുന്ന പെന്നിലേക്ക് നോക്കി. ഇപ്പോഴത് അനങ്ങുന്നുണ്ട്. അതിൽ നിന്നൊരു കാര്യമൊക്കെ മനസ്സിലായി. തന്റെ മനസ്സുകൊണ്ട് അവൾക്ക് എന്തിനേയും കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരാളുടെ മനസ്സും അവൾക്ക് വായിക്കാൻ പറ്റും. ഈ 2 സൂപ്പർ പവർ അവൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൾ അടുത്തായിട്ട് നോക്കുന്നത് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ഈവയാണ്. ഇപ്പൊ അവളെ നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന കാര്യം സോയ്ക്ക് മനസ്സിലായി. അവളിപ്പോ ചിന്തിക്കുന്നത് ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. ഒരാളിപ്പോ കൊല്ലപ്പെട്ടു, അയാൾക്ക് ജീവൻ കിട്ടുകയും ചെയ്തു. ഇതെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അവള് ചിന്തിക്കുന്നത്. അങ്ങനെ അവളെ നോക്കിയതിന് ശേഷം സോയ അടുത്തായിട്ട് നോക്കുന്നത് ആ ക്ലേനെയാണ്. ക്ലേ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് റോക്കിയുടെ കാര്യമാണ്. ഇനിയിപ്പോ റോക്കിയുടെ അവസ്ഥ തന്നെയായിരിക്കും സോയിക്കും എന്നാണ് ക്ലേ ചിന്തിക്കുന്നത്. അങ്ങനെ അവനെ നോക്കിയതിന് ശേഷം അവൾ അടുത്തായിട്ട് നോക്കുന്നത് ഫ്രാങ്കിനെയാണ്. ഫ്രാങ്ക് ഇപ്പം നിൽക്കുന്നത് നിക്കോയുടെ അടുത്തും. ഫ്രാങ്ക് നിക്കോയോട് പറയുന്നത് ഈ സോയിയെ കുറിച്ചാണ്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ നമ്മളിപ്പോൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പഴയ സോയിയല്ല. അവളുടെ കാര്യത്തിൽ എന്തൊരു പ്രശ്നമുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും അത് ഫിക്സ് ചെയ്യണം. അതുവരെ അവളോട് ഈ കാര്യം ഒന്നും പറയരുത് എന്നൊക്കെയാണ് ഫ്രാങ്ക് ഇപ്പം നിക്കോയുടെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സോയി ഇപ്പം അവരെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിനിടയിൽ അവൾ അവളുടെ കയ്യിലേക്കൊന്ന് നോക്കി. അവളുടെ കയ്യിലെ വിരലുകളിലൊക്കെ ഒരു കറുത്ത കളർ കാണുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ ബാത്റൂമിലേക്ക് പോയി കൈ കഴുകാൻ വേണ്ടി. എന്നാൽ പൈപ്പ് ഓണാക്കിയിട്ട് കൈ അതിലേക്ക് വെക്കുമ്പോൾ അവൾക്ക് അതിന് ഷോക്ക് അടിച്ചു. അതുകൊണ്ട് തന്നെ അവൾ കൈ മാറ്റി. ഈ സമയത്താണ് അവൾ അവളുടെ തലയിലെ ആ നീഡിൽ കുത്തിവെച്ച മുറിവ് കാണുന്നത്. അതിൽ ആ ബാൻഡേജ് മാറ്റി കഴിയുമ്പോൾ അവിടെയും ആ കറുത്ത പാടുണ്ട്. അവൾ അതിങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മുമ്പിലുള്ള കണ്ണാടി പൊട്ടിപ്പോകുന്നത്. അത് കണ്ടത് അവൾ ഞെട്ടിപ്പോയി. ഈ സമയം അവൾ നോക്കുമ്പോൾ അവളുടെ 2 റിഫ്ലക്ഷൻ ആ ഗ്ലാസ്സിൽ കാണുന്നുണ്ട്. അതിലൊന്ന് അവളിങ്ങനെ തുറച്ചു നോക്കുകയാണ്. അത് കണ്ടതും അവൾ പതുക്കെ അതിന് നേരെ കൈ നീട്ടി. ഈ സമയത്താണ് റോക്കി അങ്ങോട്ട് വരുന്നത്. അതിപ്പോ അവളെ നോക്കിയിട്ട് ഇങ്ങനെ മുരളാണ്. അത് കണ്ടതും അവളിപ്പോ റോക്കി ഒന്ന് തുറച്ചു നോക്കി. പിന്നീട് കേൾക്കുന്നത് റോക്കിയുടെ നിലവിളിയാണ്. അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സോയി നേരെ പോകുന്നത് ഫ്രാങ്കിന്റെ അടുത്തേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും അവൾ വല്ലാതെ തളർന്നിട്ടുണ്ട്. അവളിപ്പോ വളരെ വെപ്രാളത്തോടെ അവരുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട് ഫ്രാങ്ക്. നേരത്തെ ഈവ ചോദിച്ചിട്ടില്ലായിരുന്നോ ഞാൻ മരിച്ച സമയത്ത് എങ്ങോട്ടാണ് പോയതെന്ന്? മരിച്ച സമയത്ത് ഞാൻ എത്തിപ്പെട്ടത് എന്റെ ആ സ്വപ്നത്തിലാണ്, ആ തീ പിടിച്ച അപ്പാർട്ട്മെന്റിനകത്ത്. ഞാൻ അവിടെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു എന്നാണ് അവള് പറയുന്നത്. അതേക്കുന്ന ഫ്രാങ്ക് പറയുന്നത്, നീ എന്തൊക്കെയാ സോയി പറയുന്നത്? അത് നിന്റെ ഒരു സ്വപ്നമാണ്. നിന്റെ കുട്ടിക്കാലത്ത് നിനക്ക് തന്നെ സംഭവിച്ച കാര്യമല്ലേ ആ അപ്പാർട്ട്മെന്റിൽ തീ പിടിച്ചത്? അത് നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷെ അവനത് പറയുമ്പോൾ അവള് പറയുന്നത്, ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് റിയൽ ആണെന്ന്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റിയില്ല. അതിന് അവസാനമില്ലായിരുന്നു. ഓരോ ദിവസവും ഞാൻ അതിനകത്ത് തന്നെയായിരുന്നു. അതേക്കുമ്പോൾ നീ മരിച്ചിട്ട് 1 മണിക്കൂറിനകം തന്നെ നിന്നെ ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ എങ്ങനെയാണ് ഓരോ ദിവസത്തെ കാര്യം നീ പറയുന്നത്? നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വർഷങ്ങളായിരുന്നു. ഒരുപാട് വർഷങ്ങൾ ഞാൻ ആ അപ്പാർട്ട്മെന്റിനകത്ത് സ്റ്റക്കായി, ഒരു ലൂപ്പ് പോലെ. അതിങ്ങനെ അനന്തമായിട്ട് തുടരുകയാണ്. നമ്മൾ ഈ നരകം എന്നൊക്കെ പറയത്തില്ലേ, എന്നെ സംബന്ധിച്ച് എന്റെ നരകം ആ അപ്പാർട്ട്മെന്റാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്ന എന്റെ ആ ഓർമ്മ, അവിടെയാണ് ഞാൻ പെട്ടുപോയത്. പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് പോയത്? അതേക്കുന്ന ഫ്രാങ്ക് പറയുന്നത്, സോയി അങ്ങനെയൊന്നും ഇല്ല, നീ ഒന്ന് സമാധാനിക്ക്, കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം നോർമൽ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സോയി ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് ഈവ് അങ്ങോട്ട് വരുന്നത്. അവളിപ്പോ സോയി ഒന്ന് വിളിച്ചു, എന്നാൽ അവൾ എഴുന്നേക്കുന്നില്ല. അത് കണ്ടതും ഈവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ തലയിപ്പം സോയിയുടെ തലയുടെ അടുത്തേക്കാക്കി. എന്നിട്ടും അവൾ എഴുന്നേക്കുന്നില്ല. അങ്ങനെ ഈവ് അവിടെ നിന്ന് തിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവൾക്കൊരു കാര്യം സംഭവിക്കുന്നത്. അവളിപ്പം സോയിയുടെ ആ സ്വപ്നത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് ആ തീ പിടിച്ച അപ്പാർട്ട്മെന്റിൽ. പക്ഷെ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളിങ്ങനെ ആ കോറിഡോറിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ കുറെ പോയി അവിടുത്തെ ഒരു വാതിലിന്റെ അടുത്ത് എത്തുമ്പോഴാണ് അവളുടെ പുറകിലായിട്ട് കുട്ടി സോയി നിൽക്കുന്നത് ഈവ് കാണുന്നത്. അത് കാണുമ്പോൾ, നീ ഏതാ, നമ്മളിത് എവിടെയാണ് നിൽക്കുന്നത്, നിന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ, അതെന്താണ് സംഭവം എന്നൊക്കെയാണ് ഈവ് ചോദിക്കുന്നത്. ഈ സമയം കുട്ടി സോയിയുടെ വലത്തെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഈവ് ഇപ്പം അങ്ങനെ ചോദിച്ചപ്പം അത് അവൾ പുറകിലേക്കാക്കി. അതിനുശേഷം ഇടത്തെ കൈ കൊണ്ട് ശബ്ദം ഉണ്ടാക്കരുത് എന്നാണ് സോയി പറയുന്നത്. അവൾ അത് പറഞ്ഞു തീർന്നതും അവിടുത്തെ ലൈറ്റ് മൊത്തം ഓഫായി. പിന്നീട് ഈവ് കാണുന്നത് ശക്തമായ വെളുത്തൊരു പ്രകാശമാണ്. അതിനെ തുടർന്ന് ആ പാവകൾക്ക് തീ പിടിക്കുന്ന അവൾ കണ്ടു. മാത്രമല്ല ആ വാതിലിന്റെ അപ്പുറത്തു നിന്നും ആൾക്കാർ അത് തുറക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുന്നു.
പെട്ടെന്നാണ് എന്തോ ഒരു സാധനം വന്നിട്ട് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നത്. അതോടുകൂടെ ഈവ് ഉറക്കം നിലവിളിക്കുകയാണ്. പിന്നീട് അവൾ നോക്കുമ്പോൾ അവൾ അവളുടെ ലാബിലാണ് കിടക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ നിലവിളി ശബ്ദം കേട്ട് ബാക്കി എല്ലാവരും അങ്ങോട്ട് എത്തി. എന്താണ് സംഭവിച്ചെന്ന് അവൾ ചോദിക്കുമ്പോൾ അവളിപ്പോൾ കണ്ട മുഴുവൻ കാര്യങ്ങളും അവളിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ഫ്രാങ്കിന് ഒരു ഞെട്ടലായിരുന്നു. കാരണം സോയിയുടെ സ്വപ്നത്തിൽ നടന്ന അതേ കാര്യമാണ് ഈവ് ഇപ്പോൾ പറയുന്നത്. സോയി ആണെങ്കിൽ അത് ഫ്രാങ്കിനോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല. അതിനിടയിലാണ് നിക്കോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈവിന്റെ കൈ വല്ലാണ്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചാണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നത് അവിടെ വെച്ചിട്ട് എന്റെ കയ്യിൽ എന്തോ വന്ന് പിടിച്ചാണെന്നാണ്. അതും കൂടെ കേൾക്കുമ്പോൾ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ക്ലേ ഇപ്പോൾ ഫ്രാങ്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുന്ന ഫ്രാങ്ക് ആണെങ്കിൽ സോയിയുടെ കുട്ടിക്കാലത്തുണ്ടായ സംഭവം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ അപ്പാർട്ട്മെന്റിൽ തീ പിടിച്ചതും കുറെ ആൾക്കാർ അവിടെ കുടുങ്ങിപ്പോയതും. പക്ഷെ എങ്ങനെയാണ് ഈവ് ആ ഡ്രീമിലേക്ക് എത്തിപ്പെട്ടത് എന്ന കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. ഈ സമയം ഈവ് അവരോട് പറയുന്നത്, നിങ്ങളന്ന് സോയി പറഞ്ഞ കാര്യം ഓർക്കുന്നില്ലേ? അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ DMT എന്ന കോമ്പൗണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം. അവളന്ന് പറഞ്ഞത് DMT ഒരാളുടെ ആത്മാവിന് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നല്ലേ. സോയിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലോ? അങ്ങനെ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ അവൾ അവളുടെ ആ സ്വപ്നത്തിൽ പെട്ടുപോയതാണെങ്കിലോ എന്നൊക്കെയാണ് ഈവ് ചോദിക്കുന്നത്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഫ്രാങ്കിനാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ചു. കാരണം നേരത്തെ സോയി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പൊ ഈവും പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ നിക്കോ ഒരു കാര്യം കണ്ടെത്തി. അവൻ അവന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്തപ്പം ഇപ്പൊ ആ യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് ചെയ്യുന്ന പുതിയ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിലെ ആൾക്കാർ ഇവരുടെ മുഴുവൻ റിസർച്ചും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും അവരെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ സാധനങ്ങളും എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നാണ് ഫ്രാങ്ക് പറയുന്നത്. ഇതേസമയം തന്നെ സോയി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഈ സമയം അവൾ അവളുടെ ആ സ്വപ്നം കാണുന്നുണ്ട്. അവൾ ആ തീ പിടിച്ച അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നത്. ഇതെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കഴുത്തിലെ കൊന്തമാല അങ്ങോട്ട് പൊട്ടിച്ചെറിയാണ്. അതോടുകൂടെ അവൾ അവളുടെ ബെഡിൽ നിന്ന് മുകളിലേക്ക് വരാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൾ അവളുടെ കണ്ണ് തുറക്കുന്നത്. അവളുടെ കണ്ണിപ്പം കറുത്ത കളറിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ നിലവിളി ശബ്ദം അപ്പുറത്തിരിക്കുന്ന നിക്കോ കേട്ടു. അതിനെ തുടർന്ന് അവൻ ഇപ്പോൾ സോയിയുടെ റൂമിലേക്ക് വരികയാണ്. ഈ സമയം സോയി അവിടെ നിൽക്കുന്നുണ്ട്. അവളിപ്പോൾ നിക്കോനെ കൂടെ നിർത്താൻ വേണ്ടി അവനെ വശീകരിക്കാൻ തുടങ്ങി. കാരണം ഇവരൊക്കെ ഇവളുടെ കൂടെ നിന്നെങ്കിലേ ഇനി ഇവക്കൊരു ലൈഫ് ഉള്ളൂ. എന്നാൽ അവൾ എന്തൊക്കെ കാണിച്ചിട്ടും നിക്കോ അവളുടെ അടുത്ത് അടുക്കുന്നില്ല. അത് മനസ്സിലായതും അവൾ നിക്കോനെ അവിടെ അലമാരയ്ക്കകത്തേക്ക് തെറിപ്പിച്ച് കളയാണ്. എന്നിട്ട് അവൾ അവളുടെ പവർ വെച്ച് ആ അലമാര ചളുക്കിയിട്ട് അവനെ കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ അവന്റെ പണി തീർത്തതിന് ശേഷം സോയി ഇപ്പോൾ അവളുടെ സോഫയിലിരിക്കുകയാണ്. ഈ സമയത്താണ് ബാക്കി എല്ലാവരും അങ്ങോട്ട് വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ ചോദിക്കാൻ നിക്കോയാണ്. കാരണം നിക്കോയെ ഇവൾ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ക്ലേ ഇപ്പം നിക്കോ എവിടെയെന്നും ചോദിച്ചിട്ട് വല്ലാണ്ട് ബഹളം വെക്കാൻ തുടങ്ങി. അവന്റെ കയ്യിൽ ആ ഇലക്ട്രോണിക് സിഗരറ്റും ഉണ്ട്. അവനിങ്ങനെ അവിടെ കിടന്ന് ബഹളം വെക്കുന്ന കാണുമ്പോൾ സോയി ഇപ്പോൾ അവനെ ഒന്ന് നോക്കി. അതോടുകൂടെ അവന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് തെറിച്ചിട്ട് അവന്റെ അണ്ണാക്കി കുടുങ്ങി പോവാണ്. അങ്ങനെ അവൻ താഴേക്ക് വീണു. അവന് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അത് മനസ്സിലായതും ഫ്രാങ്ക് ഈവും കൂടെ അവന്റെ തൊണ്ടയിൽ നിന്നും ആ സിഗരറ്റ് വെളിയിലേക്ക് എടുക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ക്ലേയുടെ പണിയും തീർന്നു. ഇതെല്ലാം കാണുമ്പോൾ ഫ്രാങ്കിന് ഈവിനും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അവരിപ്പോൾ സോയിയെ തിരിഞ്ഞു നോക്കി. അവളിപ്പോഴും അവരെ വല്ലാതെ തുറച്ചു നോക്കിക്കൊണ്ട് ആ സോഫയിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൾ അവിടുത്തെ പവർ കട്ട് ചെയ്തു. പിന്നീട് അവർ നോക്കുമ്പോൾ സോയിനെ അവിടെ കാണുന്നില്ല. അങ്ങനെ ഫ്രാങ്ക് ഈവും കൂടെ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ലാബിലെ ഫ്രീസറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ഫ്രീസറിലെ ബോഡികളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല പെട്ടെന്നാണ് അതിലൊരു ബോഡി എഴുന്നേക്കുന്നത്. അത് കണ്ടതും അവർ രണ്ടുപേരും പേടിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി. ഇനിയിപ്പോൾ സോയെ ഉടനെ തന്നെ കൊന്നു കളയണം എന്നാണ് ഫ്രാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവൻ 2 സിറിഞ്ച് എടുത്തിട്ട് അതിൽ പോയിസൺ നിറച്ചു. എന്നിട്ട് ഒരു സിറിഞ്ച് അവൻ ഈവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ മറ്റേ സിറിഞ്ചുമായി സോയെ അന്വേഷിച്ചു പോവാണ്. ഇപ്പൊ അവൻ നോക്കുമ്പോൾ അവൾ അവിടെ ഉള്ള ഒരു കോറിഡോറിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് എത്തി. എന്നാൽ അവന്റെ മനസ്സിൽ എന്താണ് എന്ന കാര്യം സോയിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ 2 കൈ വെച്ചിട്ട് അവന്റെ തലയിൽ പിടിക്കുകയാണ്. അതോടുകൂടെ അവന്റെ പണിയും തീർന്നു. അങ്ങനെ അവന്റെ പണി തീർത്തതിന് ശേഷം സോയി നേരെ പോകുന്നത് അവരുടെ ലാബിലേക്കാണ്. അവിടെ വെച്ചിരിക്കുന്ന അവരുടെ ബാക്കി സിറം ഉണ്ടല്ലോ, അവൾ അത് എടുത്തിട്ട് അത് മുഴുവൻ അവൾ അവളുടെ ബ്രെയിനിലേക്ക് കുത്തിവെക്കുകയാണ്. അതോടുകൂടെ അവൾ കുറെ കൂടെ പവർഫുള്ളായി. ഇതേ സമയത്തിന് ഈവാണെങ്കിൽ വേറൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പെട്ടെന്നാണ് സോയി അവളുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങോട്ട് വന്ന ഉടനെ തന്നെ സോയി അവളുടെ കൈ ഉയർത്തി. അതോടുകൂടെ ഈവ് നേരെ തെറിച്ചു വീഴുന്നത് അവളുടെ സ്വപ്നത്തിലെ അപ്പാർട്ട്മെന്റിനകത്തേക്കാണ്. അങ്ങനെ അവൾ ആ കോറിഡോറിലേക്ക് ഇട്ടതിന് ശേഷം സോയി അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്തു. ഈ സമയം ഈവ് നോക്കുമ്പോൾ കുട്ടി സോയി അവിടെ നിൽക്കുന്നുണ്ട്. അവളിപ്പം അവിടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഡോറിന് മുമ്പിലാണ്. അങ്ങനെ ഈവ് പതുക്കെ കുഞ്ഞു സോയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവളുടെ വലത്തെ കൈ തുറന്നു നോക്കുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു തീപ്പെട്ടിയായിരുന്നു. അതിൽ നിന്നും അപ്പൊ ഇവള് കാരണമാണ് ഈ അപ്പാർട്ട്മെന്റിന് തീ പിടിച്ചത് എന്ന കാര്യം ഈവിന് മനസ്സിലായി. ഈ സമയത്താണ് വലിയ സോയി അങ്ങോട്ട് വരുന്നത്. അവൾ വല്ലാത്തൊരു രൂപത്തിലാണ്. അത് കാരണം ഈവ് ചെറിയ സോയുടെ അടുത്ത് പറയുന്നത്, ഈ അപ്പാർട്ട്മെന്റിന് തീ പിടിച്ചത് ഒരിക്കലും നിന്റെ കുറ്റം കൊണ്ടല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്ന ഈ ഡോർ ഉണ്ടല്ലോ, അത് നീ തുറന്നു കൊടുക്ക്. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് ഈവ് പറയുന്നത്. അതിനെ തുടർന്ന് കുഞ്ഞു സോയി നേരെ ചെന്നിട്ട് ആ ഡോർ അങ്ങോട്ട് തുറക്കുകയാണ്.
അതോടുകൂടി വെളുത്തൊരു പ്രകാശം വന്നു. അത് നേരെ വലിയ സോയുടെ മുഖത്തേക്കാണ് അടിക്കുന്നത്. അടുത്ത സെക്കൻഡില് അവരിപ്പോ റിയൽ ലൈഫിലേക്ക് വന്നു. ആ പ്രകാശം കണ്ട് ഒരു നിമിഷത്തേക്ക് സോയ് സ്റ്റെക്കായി കഴിഞ്ഞപ്പോൾ ഈവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറിഞ്ച് എടുത്തിട്ട് അവളെ നെഞ്ചിൽ കുത്തിവെക്കുകയാണ്. അതോടുകൂടെ സോയ് ഇപ്പൊ താഴേക്ക് വീണു. അങ്ങനെ അവളുടെ പണി തീർന്നു കണ്ട് വളരെ ആശ്വാസത്തിൽ ഈവ് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ആ കമ്പനിയിൽ ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നത്. ഒരാളിപ്പോ നേരെ ഈവിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് ഈവിന് ആ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാവുന്നത്. ആ ആൾക്കാർ അവളെ രക്ഷിക്കാൻ വന്നത് സോയ് ഉണ്ടാക്കിയ ഒരു ഇല്യൂഷൻ ആയിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഈവ് നോക്കുമ്പോൾ അയാളുടെ സ്ഥാനത്തിരിക്കുന്നത് സോയിയാണ്. അവളിപ്പോ പെട്ടെന്ന് ഈവിന്റെ തലയ്ക്ക് കയറി പിടിച്ചു. അങ്ങനെ ഉടനെ തന്നെ അവൾ ഈവിനെയും കൊന്നുകളയാണ്. അങ്ങനെ എല്ലാവരുടെയും പണി തീർത്തതിന് ശേഷം ഈവ് നേരെ പോകുന്ന ലാബിലേക്കാണ്. അവളിപ്പോ ഫ്രാങ്കിനെ അവിടെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ അവൾ അവളുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് ഫ്രാങ്കിന്റെ ബ്രെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. അതോടുകൂടെ അവന് ജീവൻ വരികയും ചെയ്തു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.